നമുക്കറിയാം നമ്മളുടെ സമൂഹത്തിൽ ഇപ്പോൾ കോവിഡ് വർദ്ധിച്ചു വരുന്നു അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കും 2020 ലോക്ക്ഡൗൺ വന്നു. അപ്പോൾ ഈ സമയത്ത് പ്രഗ്നൻ്റ് ലേഡീസ് എന്തൊക്കെയാണ് കരുതൽ വേണ്ടത് അതൊക്കെ പറയാൻ വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പഴയ പോലെ തന്നെ ഇപ്പോൾ സമൂഹത്തിൽ കോവിഡ് കൂടുമ്പോൾ പ്രഗ്നൻ്റ് ലേഡീസിനും വരാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് കൂടുതൽ തീവ്രത വരാൻ എന്ന് വെച്ചാൽ ICU അഡ്മിഷൻസ് അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ പ്രഗ്നൻസി സമയത്ത് ഒരു ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ നമുക്കൊരു ഉത്കണ്ഠ കാണും, കുഞ്ഞിനെ എന്തെങ്കിലും ബാധിക്കുമോ. യൂഷ്വലി കോവിഡ് കാരണം കുഞ്ഞിനെ ബാധിക്കാറില്ല. പക്ഷേ കോവിഡ് വന്നാൽ പ്രഗ്നൻ്റ് ലേഡീസിന് അതിൻ്റെ തീവ്രത കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ കോവിഡ് വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം? അപ്പോൾ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെ നമ്മൾ ഹാൻഡ് ഹൈജീൻ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കണ്ണും മൂക്കും വായും എല്ലാം തൊടുന്നതിന് മുമ്പേ കൈയൊക്കെ സോപ്പും വെള്ളവും ഇട്ട് കഴുകുക. പിന്നെ അഥവാ സോപ്പ് വെള്ളം ഇല്ലെങ്കിൽ ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിക്കാം. പിന്നെ ക്രൗഡഡ് പ്ലേസസ് എസ്പെഷ്യലി പനിയുള്ള സ്ഥലത്ത് അങ്ങനെയൊക്കെ പോകുന്നത് ഒഴിവാക്കുക. അഥവാ പോകേണ്ടി വന്നാൽ മാസ്ക് ഇടുക, മെഡിക്കൽ മാസ്ക് അത് ഉപയോഗിക്കുന്നത് ഓർക്കണം. പിന്നെ ഉള്ളത് പ്രോപ്പർ ഡയറ്റ്, പ്രോപ്പർ സ്ലീപ്പ്, സ്ട്രെസ്സൊക്കെ അവോയ്ഡ് ചെയ്യുക. എന്ന് വെച്ചാൽ ഇനി കോവിഡ് വന്നാൽ എന്തു പറ്റും, എനിക്ക് വേറെ ഇൻഫെക്ഷൻ വന്നാൽ കുഞ്ഞിന് എന്ത് പറ്റും, അതൊക്കെ ഈ ഉത്കണ്ഠ കൊണ്ട് കൂടുതൽ ബ്ലഡ് പ്രഷർ അതൊക്കെ കൂടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഗവൺമെൻറ് എന്താ പറയുന്ന നിർദ്ദേശങ്ങൾ അതൊക്കെ പാലിക്കണം. വീട്ടിൽ പ്രോപ്പർ വെൻറ്റിലേഷൻ വെക്കണം. എന്ന് വെച്ചാൽ വീട്ടിൽ ആർക്കെങ്കിലും പനിയുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോകുന്നത് കുറയ്ക്കണം. പിന്നെ അവരെ പരിചരിക്കേണ്ടി വരുവാണെങ്കിൽ ഒരു മാസ്ക് ഉപയോഗിക്കുക. പിന്നെ അവരുടെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചാൽ കൈയൊക്കെ കഴുകി എന്നിട്ട് മാത്രമേ നമ്മൾ വായിലോ മൂക്കിലോ കണ്ണിലോ ഒക്കെ കൈ തൊടാവുള്ളൂ. പിന്നെ ഉള്ളത് ഇപ്പം മുലയൂട്ടുന്ന അമ്മമാർ, അവർക്ക് പനി വന്നാൽ കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യാവോ, അതൊക്കെയാണ് ചോദ്യം വരുന്നത്. അപ്പോൾ ഇപ്പം ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും അവർ ഫീഡ് ചെയ്യുന്നത് തുടരണം എന്ന് തന്നെയാണ്. എന്ന് വെച്ചാൽ മെറ്റേണൽ നിയോനേറ്റൽ ബോണ്ടിങ്, മദർ ടു ബേബി സ്കിൻ ടു സ്കിൻ കോണ്ടാക്റ്റ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ബേബീസിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ മുലയൂട്ടുന്ന അമ്മമാർ മാസ്ക് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ കൈയൊക്കെ സാനിറ്റൈസ് ചെയ്ത് അല്ലെങ്കിൽ കഴുകിയിട്ട് വേണം ബേബീസിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട്. പിന്നെ ക്ലീൻ സർഫസസ് ആയിരിക്കണം. നമ്മൾ ടേബിള് എന്ത് ഉപയോഗിക്കുകയാണെങ്കിലും അവിടെയൊക്കെ ഡിസ്ഇൻഫെക്റ്റ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് വേണം മുലയൂട്ടാൻ നോക്കേണ്ടത്. അപ്പോൾ ഇതൊരു ആശങ്കപ്പെടേണ്ട അവസ്ഥയല്ല. എല്ലാവരും കരുതലോടെ ഇരിക്കുക, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്ക് കൂടുതൽ ഒരു അലാമിങ് സിറ്റുവേഷനായിട്ട് ഇല്ല. നമ്മൾ എപ്പോഴും പറയാറുണ്ട് പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ. അപ്പോൾ ഒരു ഇൻഫെക്ഷൻ വരാതിരിക്കാൻ നോക്കുന്നതാണ് നല്ലത്. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.